എന്റെ അമ്മേ. ബിരിയാണി കിട്ടിയില്ലേ പണിയാവേ. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പഠിക്കാൻ നല്ല മിടുക്കരാ. ഒറ്റ ഇടി അടിച്ചു അവ ശരിയായി. അത് വേണം ഞാൻ ചോദിക്കാം. ഹലോ, ഐ മോഹൻകുമാർ. ഇതെന്റെ മിസ്സസ് മീനാക്ഷി. എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എനിക്ക് ഈ വക ക്ലാസ്സുകളോടൊന്നും വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇവള് നിർബന്ധിച്ചുകൊണ്ടൊന്നും അത്ര അരവിന്ദേട്ടനും വലിയ താല്പര്യമായിരുന്നു. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറയായിരുന്നു ഇത് വലിയ സംഭവമാണെന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ. അതെ, പോലീസില്ല. മനസ്സിലായി. അതെ, ഇടിക്കണ്ട, ഞാൻ വന്നിട്ട് ഇടിച്ചോളാം. മോൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇടിക്കോ എന്തോ. അതെ, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച്. ഇല്ല, ഞാൻ പുറത്തിറങ്ങാറില്ല. തലയ്ക്ക് സൂര്യാൻ തോന്നുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? അല്ല, എനിക്ക് സുഖം തന്നെയല്ലേ? നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ? വാങ്ങണം. ഞാൻ മിണ്ടില്ല. ഹലോ, 15 ദം ബിരിയാണി. അയ്യോ സോറി മാഡം. എക്സ്ക്യൂസ് മീ. അങ്ങനെ ഒരു മരുന്നില്ല. കൊടുക്കരുത്, കുഴപ്പമാണ്. കൊടുക്കരുത്. എന്നാ കൊടു, ഞാൻ വിളിക്കാം. വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്നെ ഓർക്കാറുണ്ടോ? മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ വാടാറില്ല ഓമനെന്ന് ഞാൻ ഓട്ടോഗ്രാഫിൽ എഴുതിയത് ഞാൻ മറന്നില്ല. ഹലോ, ഞാൻ ഡൈനിങ് ഹോളിൻ്റെ അവിടെയാ. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പോരാ. ഭാര്യയാണോ? അത് പറയാം, പക്ഷെ വിധിയുടെ വിളയാട്ടെന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ഓഹോ, ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ചെന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല. അയ്യോ, നിങ്ങൾ തമ്മിൽ അവസാനം കണ്ട എപ്പോഴാ? ഇപ്പോ അതല്ല, ഇതിന് മുന്നേ. അത് കല്യാണ തലേന്ന്. മിസ്റ്റർ മോഹൻ, ഇന്ന് ആദ്യത്തെ ചാൻസ് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. മിസ്റ്റർ മോഹന്റെ വീട്ടിൽ ഓൾറെഡി ഒരു മിടുക്കനുണ്ടല്ലേ? ഇനി ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്നു വിചാരിക്കാം. മിസ്റ്റർ മോഹൻ, ജസ്റ്റ് ഇമാജിൻ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇമാജിൻ ചെയ്യാം. ഈ കാര്യം അഭിയോട് എങ്ങനെ അവതരിപ്പിക്കും? അത് മാഡം, അടുത്ത കുട്ടിയെ പറ്റി ഇപ്പോഴത്തെ കുട്ടിയോട് പറയണം. ഇല്ല, ഞാൻ പറയില്ല. ആരോടും പറയും, അമ്മയാണ് പറയും. ഞാൻ പറയും മാഡം. അബിയോട് കൂടെ കളിക്കാനും പടം വരച്ചു കൊടുക്കാനും തൊട്ടിലിക്കെടുത്തി ഉറക്കാനും പിന്നെ അബിയെ ചേട്ടാന്ന് വിളിക്കാനൊക്കെ ഒരു ബേബി വേണ്ടേന്ന് ചോദിക്കും. വെരി ഗുഡ്. താങ്ക് യു മാഡം. ഒന്ന് വെയിറ്റ് ചെയ്യില്ല. ഇതിപ്പോ എന്താ ബസ്സല്ല എവിടെയാ നോക്കുക? ആരും കാണില്ലല്ലോ. ഇവിടെ ആരാ കല്യാണം ഉണ്ടല്ലോ. അനിയ അല്ല ഏട്ടാ, ഇവിടെ എന്റെ മുതലാളി പഠിക്കുന്ന സ്ഥലം ഏതാ? What മുതലാളി? പിന്നെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പഠിക്കുന്ന സ്ഥലം. Okay, go straight, take a left, you'll find a hall there. Crap. അല്ല, വേറെ വഴിയില്ലേ? നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താ മതി. അവിടെ ഒരു ഹാള് കാണും. അതല്ല എളുപ്പം. ഹെഡ് മാസ്റ്റർ ആയിരിക്കും. അസ്സലാമലൈക്കും. മുതലാളി പുറത്താക്കിയില്ലേ ക്ലാസ്സിന്ന്? പഠിക്കാൻ. ഓ, ഡിസ്റ്റർബൻസ് ആയ അതിന്റെ ഇടയിൽ? അല്ല, എന്താ വന്നത്? ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ആദ്യം ഇത് മര്യാദയ്ക്ക്. ശരിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് മുഴുവൻ പഠിക്കാനുള്ളതാ. മൊത്തം പെടക്കോഴിയാണല്ലോ മുതലാളി. പൂവൻ കോഴികളുണ്ടാ? അത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടോ? അത് ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഒരാത്തിന് ചൈൽഡ് ലേബറും. തിണ്ടി. അതോ കഴിഞ്ഞില്ലേ? ഇത് എന്റെ മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റ്. ആദ്യം ഇത് മര്യാദയ്ക്ക് പറയും. ഇവർക്ക് മനസ്സിലായല്ലോ. മരുന്നില്ലേ? മുതലാളി ആരാ? എന്റെ കളിക്കൂട്ടുകാരി, ക്ലാസ്മേറ്റ്സ്. കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് അപ്പൊ അവസരങ്ങൾ മുഴുവൻ. എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിച്ചിട്ട് വേണം ഇവിടെ ചേരാൻ.
ഏയ് ആ പോയെ ബ്രൗൺ സാരി ഇങ്ങനെ അല്ല അരവിന്ദിന്റെ സ്റ്റാഫാണല്ലേ? എങ്ങനെ മനസ്സിലായി? മനസ്സിലായി. ആ പുള്ളിക്കാരെങ്ങനെ? മോതലാളിയോ? ഏക്കാ ജില്ലല്ലേ. ആ പച്ചയും കുഴപ്പമില്ല, നീലും കുഴപ്പമില്ല. നിനക്കൊരു എന്താ അതൊക്കെ ഉണ്ട് മാഡം. ഇരിക്കേ. അച്ഛാ എനിക്ക് ആദ്യം. ലേഡീസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഫാമിലി. ഇനി അയ്യോ പ്ലേറ്റ് വെച്ചില്ലേ, അവസാനം പാവം അരവിന്ദിലേക്ക്. ഇനി അടുത്ത കറി. ലേഡീസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഫാമിലി, അവസാനം ദേ പാവം അരവിന്ദിലേക്ക്. കഷ്ടപ്പെട്ട് വിളമ്പുന്ന മോനെ ഒന്നും വേസ്റ്റ് ആക്കല്ലേ. കഴിക്കൂ മാഡം. എന്താ ഉദ്ദേശം മിസ്റ്റർ അരവിന്ദ് ടി പി? ജയ് മാഡം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാമി. அப்பப்பா இதெல்லாம் எதுக்கும்மா? ഇത് പാത്തീங்களா? മോനെ അതവിടേക്ക്. അതവൻ എടുത്തോട്ടെ, കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ളതല്ലേ ഇതൊക്കെ. ശ്രീനി ചെറുതിലെ ഇങ്ങനെയായിരുന്നു. ഹി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് തിങ്സ്. മൈ സൺ. 1 minute. ஹலோ. ஸ்ரீனி, அப்பா தாண்டா. நீ நல்லா இருக்கியா? டிக்கெட் புக் பண்ணியாச்சா? என்னைக்கு இங்கே அரைவல்? என்னது கேன்சல் ஆயிடுச்சா? புது ப்ராஜெக்ட் கிடைச்சதா? வேணாம் வேணாம், வர வேண்டாம். இல்ல உனக்கு வெக்கேஷன் டைம் ஆயிடுச்சு இல்லையா, அதான் கேட்டேன். எனக்கு காசை பற்றி சொல்லுங்க. சும்மா இது வரைக்கும் வரல. இங்கே அவசரமா எதுவுமே இல்லப்பா. யூ கான்சென்ட்ரேட் ஆன் யுவர் ப்ராஜெக்ட். தட்ஸ் வெரி இம்பார்ட்டன்ட். நீ சின்ன வயசுல ஓ டைம் ஆயிடுச்சா? சரி, நீ அம்மா கிட்ட கொஞ்சம் பேசு. ஸ்ரீனி, ஹலோ ஹலோ. கிடைக்கலையா? ஹலோ ஸ்ரீனி. കട്ട് ആയിடுச்சு. നാസയുടെ അടുത്ത മാർസ് മിഷൻ പ്രോജക്റ്റിലാ ശ്രീനിയുടെ നെക്സ്റ്റ് അസൈൻമെന്റ്. ഹി ഈസ് PhD ഫ്രം IISc ബാംഗ്ലൂർ. ആസ്ട്രോഫിസിക്സ്. വെരി ഫോക്കസ്ഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ടു. പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസ് അവന് കിട്ടിയത് സെയിൻറ്റ് ആന്റണീസ് എന്നാ. വെരി ഗുഡ്. സ്കൂൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. ഇന്ത്യയിൽ എത്ര പേര് ഈ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ടാവും? ബട്ട് ലുക്ക് അറ്റ് ഹിയർ. കാശ് 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 കാശാ മുഖ്യം. കാശ് കൊടുത്താൽ എല്ലാം கிடைக்குமா? ഒരു പഠിപ്പും ഇല്ലെങ്കിലും എൻ്റെ അമ്മ പണ്ട് പറയാറുണ്ട് കേട്ടോ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നമ്മൾ കൊതിക്കരുതെന്ന്. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഒരു ചെടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കായ് മാത്രം നോക്കിയിരിക്കുന്നത്. ഒരുപാട് ചെടികൾ വെച്ചാൽ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടായി അതിലേതെങ്കിലും ഒന്ന് പുഷ്പിക്കില്ല എൻ്റെ പ്രിയേ. ഓ, ആ പുഷ്പയുടെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും എല്ലാ കണക്കൂട്ടിലും തെറ്റി. ഇനിയിപ്പോൾ എന്ത് കണക്ക് വെക്കാം? കുന്തം. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ? ഇനി ഞാൻ പറഞ്ഞതേ, അവനൊരു കൂട്ട് വേണ്ടേ, അതാ ഞാൻ പറഞ്ഞത്. Clap, clap. If you're happy and you know it, clap your hands. If you're happy and you know it, clap, clap. Clap your hands, clap, clap. Clap your hands, clap, you know it. ഭംഗിയുള്ള പൂക്കളെ കാണുമ്പോൾ ഈ കാട്ടുപൂവിനെ മറക്കുന്നു. അതെ, ജീവിതമാകുന്ന തുണിയിൽ കാത്തിരിക്കാൻ എന്താണ് പറഞ്ഞോണ്ട് വരുന്നത്? നിങ്ങളെ പറ്റി നിങ്ങൾ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മീനാക്ഷി. പൊച്ച തെറിയ വരുന്നത്. നിങ്ങൾ എന്ത് കുഴപ്പമുണ്ടാണ് ആ തള്ളയെ വിളിച്ചത്? ആ തള്ളെ പണ്ടാൻ അടക്കാൻ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. മനുഷ്യൻ ഞാൻ വരാം. അവിടെ വെച്ച് തരാം. അവളൊരു പാവാ.
ദേഷ്യം വന്ന എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് കക്കൂസ് കഴിക്കണം. എന്നിട്ട് പറയില്ല. പൽപ്പൊടിയാക്കുന്ന നല്ലത്. Congratulations. വരൂ വരൂ. എന്റെ ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ടെൻഷനിലും സാറിന് എങ്ങനെയും ട്രാഫിക്കിൽ നിൽക്കാൻ പറ്റണേ? അപ്പൊ അത് നീ തന്നെയായിരുന്ന? ലെഫ്റ്റ് പോയാലോ? ഒന്നുകിൽ ഈ കട വിൽക്കുക, അല്ലെങ്കിൽ പണയം വയ്ക്കുക. വേറൊരു ഓപ്ഷനും ഞാൻ കാണുന്നില്ല. ചേട്ടാ, ഈ രണ്ടാമത്തെ മരുന്ന് കടയടച്ചു. ചേട്ടാ അത്യാവശ്യം പ്ലീസ്. കടയടച്ചു. ചേട്ടാ പ്ലീസ് പ്ലീസ്. കടയടച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഷട്ടർ ഇട്ട് പോയിക്കോട്ടോ.